ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ എന്ത് വീഡിയോ എന്ന് പറയുന്നത് ലോട്ടോസ്മൈൽ ഇന്ത്യയെക്കുറിച്ചാണ്. ലോട്ടോസ്മൈൽ ഇന്ത്യ എന്ന് പറയുന്നത് ലോട്ടറിൻ്റെ തന്നെ സബ്സൈറ്റാണ്. പക്ഷേ ലോട്ടോസ്മൈൽ ഇന്ത്യ ഇപ്പോൾ നിലവിലില്ല എന്നല്ല, നമുക്ക് ലോട്ടോസ്മൈൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവരത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ലോട്ടറിൽ നിന്ന് എടുക്കുക, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലോട്ടോസ്മൈലുള്ള എല്ലാവർക്കും ലോട്ടറിൽ കൂടെ എടുക്കാവുന്നതാണ്. ലോട്ടോസ്മൈലിൽ നിന്ന് ഉള്ളവർക്ക് അതേ മെയിൽ ഐ ഡി അതേ പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ലോട്ടർ.നെറ്റ് അല്ലെങ്കിൽ lotter.comൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ഇതിലേക്ക് കൺവേർട്ട് ആവും. നിങ്ങൾ അഥവാ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരപ്പം തന്നെ നമ്മുടെ ലോട്ടോസ്മൈൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളൊക്കെ ലോട്ടറിലേക്ക് മാറ്റും. നിങ്ങൾ ഓൾറെഡി ID വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാ പർച്ചേസ് മറ്റ് ഡീറ്റെയിൽ ഒക്കെ ലോട്ടോസ്മൈലുള്ള പോലെ തന്നെ ലോട്ടറിലുണ്ടാവും. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലൈസൻസ് ഇഷ്യൂ ആയി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങൾ കൊണ്ടാണ് അവർ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ലോട്ടോസ്മൈൽ ഇന്ത്യയെക്കാളും ഏറ്റവും ബെറ്റർ സൈറ്റാണ് ലോട്ടറിൻ്റെ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ഒരു സൈറ്റായിരുന്നു ലോട്ടോസ്മൈൽ ഇന്ത്യ. പക്ഷേ അതിലുള്ള പേയ്മെൻറ്റ് സ്റ്റൈലും പേയ്മെൻറ്റ് മെത്തേഡൊക്കെ ആയാലും കുറച്ച് ഡിഫറൻസ് ആയിരുന്നു. ലൈസൻസും 2 സെപ്പറേറ്റ് ലൈസൻസ് ആയിരുന്നു ലോട്ടറിനും ലോട്ടോസ്മൈലിനും. അപ്പോൾ അതൊക്കെ അവർ മാറ്റിയിട്ട് ലോട്ടറിൽ മാത്രമാക്കി. ഇന്ത്യക്കാർക്ക് നല്ല എല്ലാവർക്കും ഇനി ലോട്ടറിൽ നിന്ന് എടുക്കാം. ലോട്ടറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ലോട്ടർ.നെറ്റിൽ നിന്ന് നമുക്ക് ഒരു ടിക്കറ്റായിട്ട് മാത്രം എടുക്കാം. ലോട്ടോസ്മൈലിൽ നമുക്ക് മിനിമം 3 ടിക്കറ്റൊക്കെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ US മെഗാ മില്യൺ ആയാലും പവർ ബോളൊക്കെ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു ടിക്കറ്റ് മാത്രമായിട്ട് എടുക്കാം. അതുമാത്രമല്ല ഇതിൽ പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്ത എല്ലാ പേയ്മെൻറ്റ് മെത്തേഡ് ഇതിൻ്റെ അത് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേറെ പുതിയ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മൈ അക്കൗണ്ട് പോയിട്ട് പേയ്മെൻറ്റ് മെത്തേഡിൽ ആഡ് ചെയ്യാവുന്നതാണ്. കൊടക് ബാങ്കിൻ്റെ വിസ മാസ്റ്റർ കാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡ് അത് വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്താൽ മതി എല്ലാ കാർഡിലും. അതേപോലെ ഫെഡറൽ ബാങ്ക്, പ്രൈവറ്റ് ബാങ്കുകളൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യും. മറ്റുള്ള SBI പോലത്തെ സൈറ്റുകളാണ് ചില സമയങ്ങളിൽ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും, ചില സമയത്ത് അവർ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. പുതിയ അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡി വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പുതിയ മെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, മൊബൈൽ നമ്പറും മാറ്റേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് ലോട്ടറിൽ ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താഴെ. നിങ്ങൾക്ക് ലോട്ടർ.നെറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മാറുക, മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.